ഹലോ, ഇത് കണ്ട ഇതെന്താന്ന് പറയാമോ? ഇന്ന് അടുത്തുള്ളൊരു മാവിൽ നിന്ന് 2 മാങ്ങ കിട്ടി. ആ മാങ്ങ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തതാണ്ടേ. അതിൽ കുറച്ച് മുളക് പൊടി ഇട്ട്, കുറച്ച് ഉലുവാപ്പൊടി, കുറച്ച് കായം, പിന്നെ കുറച്ച് നമ്മളെ കടുക് പൊടിച്ചിട്ട് ഒരു 2 സ്പൂൺ വിനീഗർ ഒഴിച്ചു. പിന്നെ ഞാൻ എണ്ണ തിളപ്പിച്ച് കണ്ടോ, എണ്ണ ചൂടാക്കി അതിൽ വെളുത്തുള്ളി ഇട്ട് ഉണ്ടോ, വെളുത്തുള്ളി ഇട്ട് ഇനി നമുക്ക് ഈ മാങ്ങ അതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. അത് ഒട്ടും വയ്യായിരുന്നു. അങ്ങനെ എല്ലാം ഇന്നത്തെ സാധനങ്ങളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നൊന്നും ഉണ്ടാക്കില്ല, ആർക്കും വയ്യായിരുന്നു വീട്ടിൽ. ഇന്നലെ ഭയങ്കര മഴയും അത് ഇതൊക്കെ ആയിരുന്നേ, വെയ്യായിരുന്നു. അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ഈ മാങ്ങ കിട്ടിയ ശകലം വായിക്ക് നല്ല സ്വാദല്ലേന്നും പറഞ്ഞ് അതങ്ങ് ഉണ്ടാക്കി. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ? പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇത് രാത്രിയാണെന്ന് തോന്നുന്നുണ്ട്, ഇവിടെ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല അതിൻ്റെ കളറ്. ഉണ്ട് അങ്ങനുണ്ട്. നിങ്ങൾ ഈ കാര്യം എല്ലാവരും ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇപ്പം ഇനിയിപ്പോൾ പച്ചമാങ്ങ കിട്ടാൻ സാധ്യത കുറവാണ്. എല്ലായിടത്തും മാങ്ങ പഴുത്ത്. എന്നിട്ട് ഞാൻ വിചാരിച്ച് കിട്ടിയ മാങ്ങ കൊണ്ട് ഇതൊന്ന് ചെയ്യാമെന്നും പറഞ്ഞ് ഇതങ്ങ് ഉപ്പിലിട്ട്, എന്നിട്ട് സ്റ്റീൽ പാത്രത്തിൽ വെച്ച് അതങ്ങ് പാത്രം കേടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ മീൻ ചട്ടിയിലോട്ടിട്ട് തട്ടി, എണ്ണ ചൂടാക്കി അതിലോട്ടങ്ങ് തട്ടി ഇട്ട് വെച്ച്. പ്രത്യേകമുള്ള മുളക് പൊടിയൊന്നുമില്ല, നമ്മൾ കറിക്ക് അരയ്ക്കുന്ന മുളക് പൊടി ഇട്ടേക്കുന്നത്. പിന്നെ നല്ല ഒരു കണക്ക് അങ്ങനെയൊന്നുമില്ല, കുറച്ചുണ്ടായതുകൊണ്ട് ഞാനങ്ങൊരു നമ്മളെ മെഷർമെൻറ്റ്, നോർമൽ മെഷർമെൻറ്റ് അനുസരിച്ച് ഞാനങ്ങ് ഉണ്ടാക്കി. ഇനിയിപ്പം പച്ചമാങ്ങ കിട്ടാൻ സാധ്യത കുറവാണല്ലോ, അതുകൊണ്ട് ഈ അച്ചാറങ്ങ് ഉണ്ടാക്കിയെന്നേ ഉള്ളു. അന്നേരം ഞാനിവിടെ വെറൈറ്റി അച്ചാറൊക്കെ ഇടും. തക്കാളി അച്ചാറിടും, പിന്നെ മാങ്ങയും മിക്സ്ഡ് വെജിറ്റബിൾ വെച്ച് മാങ്ങ അച്ചാറിടും, പിന്നെ നെല്ലിക്ക അച്ചാർ. പിന്നെ നവംബർ ഡിസംബറിൽ നമുക്ക് നല്ല വലിയ ചുമന്ന മുളക് കിട്ടുമേ, ഞാൻ ആ മുളക് വെച്ചിടും. നമ്മൾ മുളക് ചമ്മന്തി അരക്കത്തില്ല, അതുപോലെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് 1 വർഷം വരെ ഇരിക്കും. 1 വർഷമല്ല, 2-3 വർഷം ഇരിക്കും. ഉപ്പെല്ലാം കറക്റ്റായിട്ടുണ്ട്. നല്ല വായിക്ക് നല്ല എരിവും നല്ല ഇതുമുണ്ട്. പിന്നെ ആ മുളക് ചമ്മന്തി ഞാൻ 2-3 വർഷം വരെ ഉണ്ടാക്കി വെച്ചേക്കും. അങ്ങനെ ഈ അച്ചാർ റെഡിയായി. ഞാൻ നിങ്ങളൊന്ന് കാണിക്കാമെന്നും പറഞ്ഞാൽ ഇത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് ചെയ്തത്. എന്നുവെച്ചാൽ പച്ചമാങ്ങ സീസൺ തീർന്നല്ലേ, എല്ലായിടത്തും തീർന്നു പച്ചമാങ്ങ. എല്ലായിടത്തും പഴുത്ത മാങ്ങയും മഴ വരണ എല്ലാ മാങ്ങയും പുഴുവും പിടിക്കുന്നു. അത് പെട്ടെന്നൊരു മാങ്ങ, അടുത്തൊരു മാവുണ്ട്, പിള്ളേർ പറിച്ചപ്പോൾ ഞാൻ 2 മാങ്ങ ചോദിച്ച് വാങ്ങിച്ചു പിള്ളേരുടെ അടുത്തു നിന്ന്. അങ്ങനെ ഈ മാങ്ങ അച്ചാറങ്ങ് ഇട്ട് നല്ല ടേസ്റ്റുണ്ട്. നല്ല ഒരു സന്തോഷം. 2 പച്ചമാങ്ങ കിട്ടിയ സമയത്ത് അച്ചാറിട്ടപ്പം ഒരു സന്തോഷം. എന്നാൽ എല്ലാവർക്കും ശരി. നല്ല ടേസ്റ്റുണ്ട്, ഉപ്പെല്ലാം കറക്റ്റായിട്ടുണ്ട്. 2 ദിവസം ഇരിക്കുമ്പോൾ ആ പുളിപ്പൊക്കെ ഇറങ്ങിയ ആ ഉപ്പും എല്ലാം അത് പിടിച്ചെടുക്കും. ശരി, എന്നാൽ ബൈ.